ഹേ ഓൾ, ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ വീണ്ടും വ്ളോഗിങ് വന്നിക്കാണ്. അപ്പൊ ഇന്ന് ചെറിയ ചെറിയ വ്ളോഗ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇന്ന് പാലക്കാട് വെച്ചിട്ട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പാടെ ഒരു മീറ്റപ്പ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് പോണം. അപ്പൊ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ നീച്ചിട്ടുള്ളൂ, ഫ്രഷ് ആയിട്ട് പോലും ഇല്ല. നമുക്ക് ബെസ്റ്റ് പോയിട്ട് ഫ്രഷ് ആവാം. അങ്ങനെ നേരെ നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിട്ടോ. അങ്ങനെ ഫേസ് വാഷ് ചെയ്ത് നമ്മുടെ ഫേസിൽ കുറച്ച് ഫേഷ്യൽ ലെയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ പുതിയ മെമ്പർ ഉണ്ട്. ആരാന്നല്ലേ, നമ്മുടെ ബേബി മോളാണ് കേട്ടോ. അപ്പൊ ഈ വെള്ളം അങ്ങനെ എല്ലാവർക്കും അറിയണ്ടാവില്ല, കുറച്ച് പേർക്കാണ് അറിയണുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ വെള്ളം അങ്ങനെ വല്ലാണ്ട് സ്റ്റോറി ഇടാറില്ല കേട്ടോ. സ്നോബിക്ക് ഒരു കൂട്ടായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ വെള്ളം. വെള്ളക്ക് പേര് ബേബി എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ഇന്നലെ ഞാൻ ഒരു ഓറിയോന്റെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി കുറച്ചിരിക്കണുണ്ട്. ഇപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം മസ്റ്റാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിലും എന്ത് സാധനവും ഇന്നലത്തെ സാധനം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കില്ലേ. അപ്പൊ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് ഡ്രസ്സ് മാറ്റാൻ പോവാണ്. കാരണം ടൈം ആയിക്കണം. 2:30 ഇടുന്ന് ഇറങ്ങിയാലാണ് ഒരു 4 മണി 3:30 ഉള്ളിൽ അവിടേക്ക് എത്തുള്ളൂ, പാലക്കാട് വെച്ചിട്ടായതുകൊണ്ട്. സോ നമ്മള് ഡ്രസ്സ് മാറ്റാൻ നിൽക്കുകയാണ്. ഫുൾ കൺഫ്യൂഷനാണ് എന്തിടണം എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട കേട്ടോ, എന്തിടണം എന്നുള്ള ഫുൾ കൺഫ്യൂഷനാണ്. ഇതുവരെ ഡ്രസ്സ് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്രസ് പ്ലാൻ മൊത്തം ചേഞ്ച് ആക്കി. അപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ടു. ഞാൻ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ, ഈ കോസ്റ്റ്യൂമാക്കി. അപ്പം ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ചെറിയ സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് വേഗം കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് 10 മിനിറ്റ്സിന്റെ കാര്യമാണ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കണം. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ഫൈനലി ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ചെറിയൊരു മേക്കപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളൂ, വല്ലാണ്ട് കൂടുതൽ ചെയ്തിട്ടൊന്നുമില്ല. കാരണം പാലക്കാടാണ് പോണത്, നല്ല ചൂടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ മേക്കപ്പ് ചെയ്തതിനെ ഒക്കെ ഒലിച്ചു പോകും. അപ്പോൾ ഇപ്പം ടൈം 2:15 ആയിട്ടുണ്ട്. 2:30ക്ക് എന്നോട് പത്തിരിപ്പാൽ എത്താൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ആവാൻ പോവാണ്. എനിക്ക് അറിയില്ല അവിടെ പോയി എത്ര ക്ലിപ്സ് എടുക്കാൻ പറ്റുമെന്നോ ഒന്നും. കാരണം ഞാൻ പുറത്തെത്തിക്കുന്ന ഇൻട്രോവേർട്ടാണ് ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കാൻ നടക്കണം. ബട്ട് നമുക്ക് വീഡിയോ എടുത്താലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പം ഇന്നുള്ളത് മേ ബി വോയിസ് ഓവർ ആയിരിക്കും. മൈക്കിനെ കൊണ്ടുവന്നില്ല, നടക്കണ ഈ മൈക്കിനെ വെച്ചിട്ട്. അപ്പം നമ്മൾ പോവാണ്. ബൈ. ആൻഡ് ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ് കേട്ടോ. എത്തിയപ്പോ കേറി പോകാൻ വേണ്ടിട്ട് നല്ല മടി ഉണ്ടായിരുന്നു. കാരണം ഒരാളെ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ആകെ അറിയണ്ടായിരുന്ന അവിടെ നെഹലനി, പിന്നെ നാട്ടിലുള്ള സേഫൂസ് ഡയറി പറഞ്ഞൊരു പേജും കൂടിയാണ് കേട്ടോ. ഇവരിനെ മാത്രമാണ് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കറങ്ങണം. എന്താ ഇവള് ഇവിടെ ഊനാലാടാണ് കാണിച്ചത്. നല്ലൊരു വ്യൂവിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടാം. പിന്നെ കേറിയത് നമുക്ക് പാസ് എല്ലാം തന്നു കേട്ടോ. അതും കഴിഞ്ഞൊരു വെൽക്കം ഡ്രിങ്കും കുടിച്ച്. അതെ, പരിപാടി തുടങ്ങണെന്നല്ല. ഞാനും നെഹ്ലിയുംപാട് അവിടെ ഉള്ള ഒരു സ്പോട്ടൊക്കെ ഇങ്ങനെ കവർ ചെയ്യായിരുന്നു കേട്ടോ. ഇവിടെ എന്തൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. കണ്ണീരിൽ ആനന്ദം ഞാൻ കാൺகிறேன். ഉന്നാലെ പല ஞாபகம் എന്നെ വന്നാടുതേ, ഒരു നെഞ്ചും തിന്നാടുതേ. വെൺമേഘം പെണ്ണാക ഉരുവാണതോ, ഇന്നേരം എന്നെ പാർത്ത് വിളയാടുതോ. कभी फिर लौट कर जाया सपने, जाया अपने, जाया मेरी जिंदगी है. जाया सपने, जाया अपने, जाया मेरी हर खुशी है. जाया सपने, जाया अपने, जाया मेरी चाहती है. जाया सपने, जाया अपने, जाया मेरी जिंदगी है. तू चाहत मोहब्बत इबादत
വിശക്കുന്നു. വീട്ടിലെ ഫുഡ് എനിക്ക് വീട്ടിലെ പോണം. അങ്ങനെ കുറച്ചു നേരത്തല്ല, ഒരു വലിയ നേരത്തെ പോസ്റ്റിന് ശേഷം നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിക്കാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള പരിപാടി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫൈനലി ഫുഡിന് വേണ്ടി പോവാണ്. പെണ്ണ് ചെക്കന് ഇതിന്റെ ഇടയിൽ നമ്മള് ലിസ്റ്റിൽ കയറിയിട്ട് അസ്ലുവിനെ കൊണ്ട് നമ്പറൊക്കെ പറയിപ്പിച്ച് സീനായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത്രയൊക്കെ അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പില് നമുക്ക് ഫുഡ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഒരു വലിയ ക്യൂ തന്നെ ഫുഡിന് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുതായോണ്ട് ഇടയിൽ കൂടെ ഞാൻ കേറി നിന്നു കേട്ടോ. പിന്നെ ഫുഡിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാ നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, വിശപ്പോണ്ടാണോന്ന് അറിയില്ല, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ്. കണ്ട നെഹലന്റെ ഒക്കെ തീറ്റ കണ്ടറിയാ എത്ര അടിപൊളിയായിട്ടുള്ള ഫുഡാണ് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമായ വേറൊരു സംഭവമാണ് അവിടുത്തെ ഐസ്ക്രീമും അതേപോലെ പുഡിങ് കേട്ടോ. ടെൻഡർ പുഡിംഗ് ആണ് വരുന്നത്. മോളെ ഒരു രക്ഷയില്ല, അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ എനിക്ക് ഇഷ്ടമായ സംഭവമാണ് പൈനാപ്പിൾ ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ മുളകിലിട്ടതോ അങ്ങനെയൊക്കെ പറയാട്ടോ. അടിപൊളിയായിട്ടുള്ള സാധനമായിരുന്നു. നമ്മുടെ ഐസ്ക്രീം രണ്ടാമത്തെ പ്ലേറ്റ് ആണ്. ഇഞ്ഞൊരെണ്ണം മേടിക്കാൻ മടിയായിട്ടോടെ വെച്ചിട്ട് വാങ്ങിക്കാം. ഒരു പുഡിങ് കണ്ടോ, ഒരു പുഡിങ്, അടിപൊളി പുഡിങ്. അതാ അവിടെ ഒരു ബോക്സ് ഉണ്ട്, അടിപൊളി പുഡിങ്, ടെൻഡർ കോക്കനട്ട് പുഡിങ്, നല്ല രസമുണ്ട്, അടിപൊളി. ഈ സാധനം ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. അതിന്റെ രസം കൊണ്ട് ഞങ്ങൾ രണ്ടാമത്തെ മറി ഇത് മേടിച്ചു കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് ഇതാ ഒരു പട്ടിക്കുട്ടി അവിടെ ഇങ്ങനെ കുണിയണെന്ന് കണ്ടു കേട്ടോ. അപ്പൊ ഞാൻ അത് വീഡിയോ എടുത്ത് അങ്ങനെ കുറച്ചു നേരം നിന്ന്. എവിടെ പോയാലും നമ്മൾ പെപ്സി മേടിക്കാണ്ട് ഇറങ്ങാൻ പാടില്ല. പെപ്സി ഉണ്ടോ? അപ്പൊ ഗൈസ്, ഇന്ന് രാവിലെ മുതൽ സ്നോബിനെ വിട്ടിട്ടില്ല. ഇപ്പോഴാണ് സ്നോബിനെ വിടുന്നത്. സ്നോബിനെ നമ്മൾ വിട്ടിട്ടുണ്ട്. സ്നോബിക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. സ്നോബിക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാം. സ്നോബിക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബേബിക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുളിക്കണം. വെയ്യ ചത്തു രാവിലെ തുടങ്ങിയതാ. ബട്ട് ഗൈസ്, പരിപാടിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ നല്ലൊരു പരിപാടിയായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ആ മെൻ്റലിസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ബോറടിച്ചൊന്നുമില്ല, നല്ലൊരു മെൻ്റലിസ്റ്റ് ആയിരുന്നു. ഞാനും കയറിയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. ബട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ അലോഡ് അല്ലായിരുന്നു, എന്തോ എടുക്കണ്ടെന്ന് പറഞ്ഞു. സോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫ്രഷ് ആവണം, ഫസ്റ്റ് വൺ പോയി ഫ്രഷ് ആവട്ടെ. അപ്പം ഗൈസ്, എന്താണ് നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ടൈം നിൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ചെറിയ 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 വ്ളോഗ്സോ അല്ലെങ്കിൽ ലോങ് വ്ളോഗ്സോ ചാനലിൽ വരും. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി വെക്കുക. അപ്പോൾ ഞാൻ നല്ലോണം ടയേർഡാണ്, ഒന്ന് പോയി ഉറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. വേറൊരു ദിവസം വീണ്ടും കാണാം. ബൈ.